2024 ജനുവരി 22 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രാണപ്രതിഷ്ഠ നടത്തി ജനത്തിന് തുറന്നുകൊടുത്ത അയോധ്യയിലെ റാം മന്ദിർ ഇപ്പോഴും മൊബൈൽ ക്യാമറകൾ എന്തിനാണ് പേടിക്കുന്നത്? സെക്യൂരിറ്റി ആണോ അതോ വേറെ എന്തെങ്കിലും കാരണമാണോ? ഇത് അയോധ്യയെ കുറിച്ച് പറഞ്ഞു 3000 കോടിയുടെ അടുത്ത് ചെലവഴിച്ചുണ്ടാക്കിയതാണെന്ന്. പക്ഷെ ആസ് എൻ ഇൻവെസ്റ്റ്മെന്റ് ഇത് വലിയ നേട്ടമാണ്, പ്രോഫിറ്റബിൾ ഇൻവെസ്റ്റ്മെന്റ് ആണ്. 2 കൊല്ലം കൊണ്ട് മുടക്ക് മുതൽ തിരിച്ചു പിടിച്ചു. പിന്നെ 320ഓളം കോടി ഇൻകം ആയിട്ടും കിട്ടിയിട്ടുണ്ട്. പുറത്തു വരുന്ന കണക്കുകൾ. അപ്പോൾ ഇത് മാസീവായിട്ടുള്ളൊരു ബിസിനസ്സാണ് ശരിക്കും. ഇന്ത്യയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മതമാണല്ലോ ഏറ്റവും വലിയ ബിസിനസ്. വെൽക്കം ബാക്ക് ടു FTT. അങ്ങനെ നമ്മൾ അയോധ്യ നഗരത്തിലെത്തി. അയോധ്യനെ ഒരു നഗരമാക്കി മാറ്റിയത് രാം മന്ദിർ തന്നെയാണ്. ഇതാ രാം ജന്മഭൂമി തീർത്ഥ സ്ഥൽ 2.5 കിലോമീറ്റർ അങ്ങോട്ട് പോവാം. വലിയ ബിസിനസ്. എന്തായാലും ഹൈവേന്ന് തന്നെ ഇങ്ങനെ രാം മന്ദിറിന്റെ നല്ലൊരു കാഴ്ച കിട്ടുന്നുള്ളത് ഞാൻ വിചാരിച്ചിരുന്നില്ല. സോ ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇറ്റ്സ് എ മാസീവ് സ്ട്രക്ചർ. ഇതിന്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അഹമ്മദാബാദ് കേന്ദ്രമായിട്ടുള്ള സോംപുര ഫാമിലിയാണ്. ലോകത്തെ ഒരു 100ഓളം അമ്പലങ്ങൾ ഇൻക്ലൂഡിങ് സോംനാഥ് ടെമ്പിൾ അവരാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മൊത്തം 380 അടി നീളം, 250 അടി വീതി, 161 അടി ഉയരം ഒക്കെയുള്ള ഈ ക്ഷേത്രം നഗാര ആർക്കിടെക്ചർ സ്റ്റൈലിലാണ് പണിതിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരെ പാർക്കിങ്ങിലേക്ക് പോണതിന് പകരം ക്ഷേത്രത്തിന്റെ പിന്നീ കൂടെയുള്ള ഗലി കൂടെ ഒന്ന് പോയിട്ട് അടുത്ത് കാണാൻ പറ്റുമെന്ന് നോക്കാം. കാണിക്കുന്നുണ്ട് എന്തെങ്ങടെ പോണെന്നൊക്കെ ചോദിച്ചു നമ്മളോട്. എനിക്ക് തോന്നുന്നു ഇത് പ്രൈവറ്റ് കാറുകൾക്ക് ഉദ്ദേശിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അതായത് നമ്മൾ അയോധ്യയുടെ രാമക്ഷേത്രത്തിന് അടുത്തെത്തി. ദൂരം നിന്ന് കണ്ടു ജസ്റ്റ്. ഇപ്പോൾ അതിൻ്റെ അടുത്തേക്ക് എത്താനുള്ള വഴികൾ തപ്പണം. എവിടെയെങ്കിലും ദൂരെ പാർക്ക് ചെയ്തിട്ട് നടക്കേണ്ടി വരും അല്ലേ? കൊച്ചു കൊച്ചു ഗലികളിൽ കൂടെയാണ് പോണത്. 3000 കോടി ഇൻവെസ്റ്റ്മെന്റ്. അത് 2200ഓളം കോടി പണിത് ഉപയോഗിച്ച് കഴിഞ്ഞു. ബാക്കിയുള്ളത് ട്രസ്റ്റ് തന്നെ പേരിലാക്കിയിട്ട് അതിൻ്റെ ഫർദർ കാര്യങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണെന്നാണ് ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ചത്. ഇത് 10 പൈസ പോലീസ് തോക്കൊക്കെ പിടിച്ച് നടക്കുന്നുണ്ട്. ഇത് 10 പൈസ ഒഫീഷ്യലായിട്ടുള്ള ഫണ്ടില്ല എന്നാണ് അതിനെക്കുറിച്ച് വായിച്ചപ്പോൾ മനസ്സിലായത്. കംപ്ലീറ്റ് പബ്ലിക്കിൻ്റെ പിരിച്ചെടുത്തതാണ്. എനിക്കൊക്കെ മെസ്സേജ് വന്നിരുന്നു പണ്ട്, ഫോൺ പേ കണ്ട് രാമ ജന്മഭൂമി നിർമ്മാണത്തിന് പറഞ്ഞിട്ട്. അതെ അതെ, ജനം സംഭാവന ചെയ്തിട്ടാണ് ഈ 3000 കോടി ജനറേറ്റ് ചെയ്തത്. കാണാണ്ടിരിക്കാൻ വേണ്ടി മറച്ച് കെട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളിതിനെ കുറിച്ച് പത്രത്തിലൊക്കെ ധാരാളം വായിച്ചിരുന്നു. ഇവിടെയുള്ള സാധാരണക്കാരെ ഒഴിവാക്കിയിട്ടും അവരുടെ വീടുകൾ അവരുടെ കടകളൊക്കെ ഒഴിച്ചിട്ടൊക്കെയാണ്. കാണുന്നു ഈ ഗലികളൊക്കെ ഇങ്ങനെ അവിടെ സാധാരണ മനുഷ്യരെ ഒഴിവാക്കിയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ ഇത്രയും സ്ഥലം എക്വയർ ചെയ്തിട്ട്. ഇത്രയും ഏക്കർ കണക്കിന് സ്ഥലം വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സ്ഥലങ്ങൾ നഷ്ടപ്പെട്ടു. വലിയ വലിയ റിയാലിറ്റീസ് വന്ന് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തു. വമ്പൻ ബിഗ് ഷോട്ടുകൾ വന്ന് അമിതാഭ് ബച്ചൻ അടക്കം വന്ന് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മൾ പത്രങ്ങളിലൊക്കെ വായിച്ചത്. ഫ്യൂച്ചർ വികസന സാധ്യതകളും ടൂറിസം സാധ്യതകളും ഒക്കെ അതിഭയങ്കരമാണല്ലോ. വലിയൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് എന്തായാലും ഇന്ത്യയിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മതമാണല്ലോ ഏറ്റവും വലിയ ബിസിനസ്. അപ്പം അതുകൊണ്ട് നല്ല റിട്ടേൺസ് ഉള്ളൊരു സംഭവമാണ്. ഇവിടെ കറക്കില്ല. പോലീസ് തടഞ്ഞു. നേരെ പൊക്കോ, ഇനി അധികം അവർ കാണാൻ നിൽക്കണ്ട. നീ അയ്യോ പോളിങ് ഫിലിം ഉണ്ടെന്നും ഇപ്പോൾ പറഞ്ഞു തുടങ്ങി. നമുക്കിവിടെ വളയ്ക്കാം. ഇതിപ്പോൾ രാമക്ഷേത്രത്തിന് ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്, പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറിയ വഴികളൊക്കെ അടച്ചിട്ടുണ്ടാവും കേട്ടോ. പോവാനല്ല, ഈ വളയ്ക്കാണ്. ഏതില് നമുക്ക് എവിടെയെങ്കിലും അല്ലല്ല ഇവിടെ ഇവിടെ ഇതില് കടക്കാൻ പറ്റുമെന്നല്ലേ കംപ്ലീറ്റ് കെട്ടിയടച്ചേക്കാണ്. ഒറ്റനോട്ടത്തിലെ പുരി ക്ഷേത്രത്തിന്റെ പോലെയുണ്ട്. നഗാര സ്റ്റൈൽ ആർക്കിടെക്ചർ തന്നെയാണ്. ഇതില് ഇങ്ങോട്ട് വരാൻ പാടില്ലേ ചേട്ടാ?
പാർക്കിംഗ് ഏരിയ എവിടെയെങ്കിലും കിട്ടിയെങ്കിൽ നമുക്ക് ഇതിലേ നടക്കാൻ ശ്രമിക്കായിരുന്നു, അല്ലെങ്കിൽ ടോട്ടോ. ആദ്യം അമ്പലത്തിന്റെ മുന്നിൽ പോവാം, കിട്ടിയില്ലെങ്കിൽ പാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ തിരിച്ച് മെയിൻ റോഡിൽ കയറി. ഇവിടെ പോലീസ് ബൂത്ത് ഇഷ്ടംപോലെ പോലീസും പട്ടാളമൊക്കെ ഉണ്ട്. ഇവിടെ തർക്ക വിഷയമായിട്ടുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ പ്രൊട്ടക്ഷൻ വേണമല്ലോ. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ ഗലികളിലൂടെ കടക്കാനുള്ള ശ്രമം ഉപേക്ഷിച്ചു. നടക്കില്ല, അവിടെയൊക്കെ അടച്ചു കെട്ടിയിട്ടുണ്ട്. പിന്നെ വണ്ടി നിർത്താൻ പോലും പറ്റുന്നില്ലല്ലോ. മെയിൻ റോട്ടിൽ കടന്നു. ഇനി ഏതെങ്കിലും പാർക്കിങ്ങിൽ ഇട്ടിട്ട് നമുക്ക് നടക്കുക അല്ലെങ്കിൽ മറ്റേ ടോട്ടോ പിടിക്കുകയോ ചെയ്യാം. എന്നാലും നമ്മളിപ്പോ ആദ്യം അമ്പലത്തിന്റെ അവിടേക്ക് മാക്സിമം പോകാനാണ് നോക്കുന്നത്, ഫ്രണ്ടിലേക്ക്. ഉച്ച സമയ കാരണം അതിന്റെ അവിടെ ഇവിടെയൊക്കെ ചിലപ്പോൾ സ്ഥലം തിരക്ക് കുറവായിരിക്കും. 12 മണിക്ക് അടച്ച് 1 മണിക്ക് തുറന്നു. ഇനി രാത്രി 7 മണി വരെ ഉണ്ട്. ഗേറ്റ് നമ്പർ 11. ഒരുപാട് ഏരിയ ഉണ്ട്. 70 ഏക്കറാണിത്. 70 ഏക്കറിലാണ്. ഒന്നുമില്ല, എന്തോ ദ്വാറാണ്. ഇതിലേക്ക് കടന്നിട്ട് ഉള്ളിലേക്ക് പോയിട്ട് കാണാൻ കുറെ വേണ്ടിയൊരു കാണാൻ. വഴിയിൽ തന്നെ കാണുമൊന്നുമില്ല. ഇപ്പോൾ മെയിൻ എൻട്രൻസിൻ്റെ അവിടെ നിന്ന് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് 1 കിലോമീറ്ററിലധികം നടക്കാനുണ്ട്. പുള്ളി തിരക്കിട്ട് പോകാണല്ലോ, എന്തോ അത്യാവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് പാർക്കിങ്ങിലിട്ടിട്ട് ടോട്ടോ എടുത്ത് പോകാം, അതാണ് നല്ലത്. ഫസ്റ്റ് ഒരു പേ പാർക്കിംഗ് നോക്കാണ്. ടെമ്പിൾ പാർക്കിംഗ് നല്ല ടൈറ്റ് ആവും. പൊള്ളണ വെയിലാണ്, 45 ഡിഗ്രിയാണ്. നമ്മൾ കുറച്ച് ദൂരെ ഇട്ടിട്ടാണ് വരുന്നത്, അതുകൊണ്ട് വഴി ഈ ഭാഗം ക്ലിയർ ആണ്. ക്ഷേത്രത്തിനോട് അടുക്കുന്നതോറും നല്ല തിരക്കാണ്. ട്രാഫിക് പോലീസും പട്ടാളവും ഒക്കെ ഉണ്ട്. നല്ല ബ്ലോക്കായി. ഓണടിച്ച് ചെവി പൊളിക്കും. രാമൻ മരിച്ചു. രാമൻ സരിയില് മുങ്ങി മരിക്കരുത് ആണോ? ഈ വെള്ളം തന്നെ മുങ്ങി എന്തായാലും മരിക്കുമല്ലോ. ഓ, വെള്ളം ശരിക്കും ഭയങ്കര മോശമാണ്. കെട്ട മണം വരുന്നുണ്ട്. വെള്ളത്തിൽ കുറച്ച് പോത്ത് എരുമ്പോ എന്തൊക്കെ എടുക്കണ്ടല്ലോ. പോത്തിനുണ്ട് വെള്ളം എക്സ്പോർട്ട് അതെന്തായാലും എനിക്ക് വേണ്ട. വയ്യാത്ത വയ്യാണ്. അതേ അമ്പലത്തിൽ എന്തൊക്കെ കാണുന്നുണ്ട്. ലേ ഓസ്റ്റൻ ഓട കാണാത്ത പോലെ ഇരിക്കുക. അപ്പം അങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നമ്മളെ കൊണ്ടിറക്കിയത് ക്ഷേത്രത്തിൻ്റെ മെയിൻ ഗേറ്റിനടുത്ത് തന്നെ, മെയിൻ എൻട്രൻസ്. ക്ഷേത്രത്തിൻ്റെ ഏറ്റവും അടുത്തെത്തിക്കുക എന്ന് പറഞ്ഞത് ഇത് തന്നെയാണ്. ഇത്രേ ഉള്ളൂ. ഇനി ഇവിടുന്ന് 1 കിലോമീറ്റർ മേലെ നടക്കണം. നല്ല തിരക്കാണ്. സമയം 2 മണിയാണ്. ഫുഡ് കഴിക്കാണ്ട് ഇനിയും ഒരു അടി മുന്നോട്ട് വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നേരെ ഓപ്പോസിറ്റ് കണ്ട ഉടുപ്പി ഹോട്ടലിൽ കയറി. മതി, KFC വേണ്ട. തിരക്കിലേക്കാ വെയിലേക്ക് ഇറങ്ങേണ്ട കാര്യം ആലോചിക്കുമ്പോൾ ഭക്ഷണം കണ്ടപ്പോൾ ഉഷാറായി. 2 മണിയാണ് സമയം. ഹോസ്റ്റലിന് തൈര് സാധനമാണ് പിടിച്ചാണ്. കേർഡ് റൈസ്, പ്യോർ വെജാണ് ഇവിടെ മൊത്തം, അതേ കിട്ടുള്ളൂ. കാണുമ്പോൾ ലുക്ക് ഉണ്ട്. നല്ല തിരക്കുള്ള സ്ഥലമാണ്, അപ്പോൾ നല്ല ഫ്രഷ് സാധനമായിരിക്കും. ഇത് താലി മീൽസിൻ്റെ കൂടെ പൂരിയൊക്കെ ഉണ്ട്. എന്താണാവോ? ഞാൻ മസാല ദോശ, കുറേ നാളായി മസാല ദോശ കഴിച്ചിട്ട്. ചെറുതാണ്, പക്ഷെ ഒരു മിനിമം ടേസ്റ്റൊക്കെ ഉണ്ട്. ഉടുപ്പിയാണല്ലോ, കൊള്ളാല്ലേ. അപ്പോൾ നമ്മളങ്ങനെ രണ്ടും കൽപ്പിച്ച് ഈ തീ വെയിലേക്ക് ഇറങ്ങി. നല്ല തിരക്കും പൊള്ളണ വെയിലും. ഇവിടെ ട്രാഫിക് പോലീസും ഒക്കെ ഉണ്ടെങ്കിലും ജനത്തിരക്ക് ഭീകരാണല്ലോ. പിന്നെ കച്ചവടങ്ങളും ഒക്കെ ആയിട്ട് നല്ല ബഹളാണ്. ഈ അയോധ്യ ധാം റോഡ്, അതാണ് മെയിൻ റോഡ്. ഇവിടെ നിന്ന് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ജന്മഭൂമി പത്ത്, അവിടേക്ക് വാഹനങ്ങളൊന്നും കടത്തില്ല സാധാരണക്കാരുടെ. ഈ മെയിൻ എൻട്രൻസിൽ നിന്ന് തന്നെ 1.25 കിലോമീറ്റർ ഉണ്ട് അമ്പലത്തിലേക്ക് നടക്കാനായിട്ട്. നമ്മളിങ്ങോട്ട് തിരിഞ്ഞ് അധികം നടക്കുന്നതിന് മുമ്പ് തന്നെ സെക്യൂരിറ്റി ചെക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്.
ഈ കാണുന്ന സുഗ്രീവ കില ത്രേതായുഗത്തിൽ പണിതാണെന്നാണ് പറയുന്നത്. സീതാദേവിയെ ലങ്കയിൽ നിന്ന് സംരക്ഷിച്ചു കൊണ്ടുവരുന്ന സുഗ്രീവനും വാനര സൈന്യത്തിനും താമസിക്കാനായിട്ട് ഭരതൻ നിർമ്മിച്ചതാണെന്നാണ് ഐതിഹ്യം. അപ്പോൾ രാം മന്ദിറിൻ്റെ പടിപ്പുരയാണ് ഇത് കാണുന്നത്. ഇതൊരു എൻട്രി കോംപ്ലക്സ് ആണ്. ഇതിൽ ക്ലോക്ക് റൂമുകളും അതുപോലെ വെയിറ്റിംഗ് ഹാളുകളും ഒക്കെ ആയിട്ടുള്ള നല്ല സൗകര്യമുള്ള സ്ഥലമാണ്. സൗകര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ ചെരുപ്പ് ഊരിട്ട് വേണം ഇവിടെ നിന്ന് തന്നെ പോകാനായിട്ട്. നല്ല ചുട്ടുപഴുത്ത് കിടക്കണ തറ, നല്ല ബുദ്ധിമുട്ടാണ്. മാത്രമല്ല ക്ലോക്ക് റൂമിൽ എല്ലാ സംഭവങ്ങളും ഊരി വയ്ക്കണം. സ്മാർട്ട് ഫോൺ, ബാഗ്, വെള്ളം എല്ലാം വെച്ചിട്ട് വേണം പോകാൻ. അങ്ങനെ രാം മന്ദിർ കണ്ടിറങ്ങി 1.5 മണിക്കൂറോളം സമയമെടുത്തു. ഭയങ്കര വെയിലും തിരക്കും ബഹളവും. തലങ്ങനെ വേനെടുത്ത് തുടങ്ങി. ശരിക്കും ബഹളം കൊണ്ട് തലവേന എടുക്കും. അതൊരു കാഴ്ചയാണ്. പക്ഷേ അതിൽ കൂടുതൽ വശക്കേടായി ഒരു ചായ കുടിക്കാം. നമുക്ക് നല്ല ടയർഡായി. കാരണം ഓസ്റ്റിൻ കയറുന്നില്ല, വെയിറ്റിംഗ് റൂമിൽ ഇരിക്കാം. സ്മാർട്ട് ഫോണുകളും എല്ലാ കാര്യങ്ങളും, കാറിൻ്റെ കീയും എല്ലാം ഒന്നും കടത്താൻ പറ്റില്ല. അപ്പോൾ അതും പിടിച്ച് പുള്ളി അവിടെ ഇരിക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മളപ്പോൾ നിരായുധരായിട്ട് അകത്ത് കിടന്ന് ഇങ്ങനെ പിന്നെ നടന്ന് തളർന്ന് തിരിച്ചു വന്ന് ഇവനെ കണ്ടുപിടിക്കാൻ പറ്റണ്ടേ. അത്രയ്ക്ക് ജനാണ്. ശരിക്കും വയ്യാണ്ടായി. അപ്പോൾ മൊത്തം യാത്രയിൽ ഇതുപോലെ തളർന്നൊരവസ്ഥ ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ഓക്സിജൻ കിട്ടാണ്ട് പോലും ഇതുമാതിരി വശക്കേടായിട്ടില്ല. അപ്പോൾ നമ്മുടെ ടോട്ടോ വെയിറ്റിംഗ് ആയിരുന്നു. നമ്മൾ തളർന്നെങ്കിലും അതിൽ ഈ ഗലി കൂടെ ഒന്നും കൂടി വന്ന് ഇതിൻ്റെ ഫോട്ടോ വീഡിയോ ഒക്കെ ഒന്നും കൂടി വിശദമായിട്ട് എടുക്കാമെന്ന് വെച്ച് ഇറങ്ങിയതെന്ന്. ഇതാണ് നമ്മുടെ രാമജന്മഭൂമിയിലെ റാം മന്ദിർ. 1528 മുതൽ 1992 വരെ ഇവിടെ നിന്നിരുന്ന ബാബറി മസ്ജിദ് ആയിരുന്നു. അത് തകർത്തതിന് ശേഷം 2000 തുടങ്ങി 2024 പണി കഴിച്ച് ഉദ്ഘാടനം ചെയ്ത രാം മന്ദിർ. കനത്ത സുരക്ഷയാണ്. നമുക്ക് ഒരു ഫോട്ടോ എടുക്കണമെങ്കിൽ നമ്മൾ ഈ വേസ്റ്റ് കുനയിൽ വന്ന് നിൽക്കണം. പക്ഷേ ഇതിനുള്ളിൽ കിട്ടുന്ന ഡൊണേഷൻസ്, പാവപ്പെട്ട ഭക്തജനങ്ങളുടെ ഡൊണേഷൻസ് മുഴുവൻ ഇത് എണ്ണുന്നവർ വക മാറ്റി സ്വന്തം പോക്കറ്റിലാക്കിയിട്ട് ഒരുപക്ഷെ അവരെ സംരക്ഷിക്കാനായിരിക്കുമോ ഈ സെക്യൂരിറ്റിയും ക്യാമറ വിലക്കൊക്കെ, എനിക്ക് സംശയമുണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ച് വണ്ടി കയറി. അയോധ്യ കഴിഞ്ഞു. നമ്മുടെ കാഴ്ച കഴിഞ്ഞു. 1 മണിക്ക് വന്നിറങ്ങിയതാ, 4 മണിയായി. നമ്മൾ കുറേ ഊടുവഴി കൂടെ പോയി നോക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞല്ലോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പാർക്കിങ്ങിൽ ഇട്ടിട്ട് ഒരു ഓട്ടോ കിട്ടി, ടോട്ടോ. അതിൽ പോയി കുറേ ഊടുവഴി കൂടെ പോയിട്ട് പിന്നെ നമ്മൾ കുറേ നടന്നു, ഭക്ഷണം കഴിച്ചു. അത് നന്നായിരുന്നു. പക്ഷേ ഈ വഴി കൂടെ, അതെ, ഉടുപ്പിയായിരുന്നല്ലോ, നന്നായിരുന്നു. കുറേ ഉള്ളിലേക്ക് നടന്ന് ഷൂരിട്ട് ഫോണും എല്ലാം സറണ്ടർ ചെയ്ത് അങ്ങനെ പല പല ക്യൂകളിൽ കൂടെ നടന്ന് കുറേ ബുദ്ധിമുട്ടാണ് സത്യം പറയുകയാണെങ്കിൽ. എനിക്ക് തോന്നിയ ഒരു തോന്നലാണ്, നന്നായിട്ടൊന്ന് പ്ലാൻ ചെയ്തിട്ട് നമുക്ക് ഒറ്റ ഇതിൽ വന്ന് കണ്ട് അങ്ങനെ ഹായ് കൊള്ളാം അങ്ങനെ പറഞ്ഞ് നമുക്കൊന്ന് മാറിപ്പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അയോധ്യ രാമജന്മഭൂമി മന്ദിറിൻ്റെ അവിടെ ഇല്ല. കുറേ നടന്ന് വേണം നമ്മൾ കാണാനായിട്ട്. അതെന്തോ അത്രയും കൂടെ ഒരു പ്ലാൻഡായിട്ട് തോന്നിയില്ല. പഴയ അമ്പലങ്ങളിൽ ഓക്കെ, പക്ഷെ ഇത് പുതിയതായിട്ട് പണിതെടുത്തൊരു സംഭവമാണല്ലോ. കുറച്ചും കൂടി വെൽ പ്ലാൻഡായിട്ട് അങ്ങനെ ഒരു കാഴ്ചയ്ക്കും കൂടി ഒരു ഭംഗിയായിട്ട് ചെയ്യാമായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നി. നിങ്ങൾക്ക് തോന്നിയാ അങ്ങനെ? നിങ്ങൾക്ക് തോന്നിയാ? മാത്രമല്ല മൊബൈൽ ഉൾപ്പെടെ ഒന്നും, സ്മാർട്ട് വാച്ച് ഉൾപ്പെടെ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. സേഫ്റ്റി ഇഷ്യൂസ് ഓക്കെ, പക്ഷെ ഇത് നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് നമുക്കൊക്കെ ഒന്ന് പകർത്തണം എന്നൊരാഗ്രഹം ഉണ്ടല്ലോ. അപ്പം അങ്ങനെ ഒരു സുഖകരമായ രീതിയല്ലായിരുന്നു. കാരണം 43 ഡിഗ്രി. ശരിക്കും നമ്മൾ അവശതയായി, ഭയങ്കരമായിട്ട് വയ്യാണ്ടായി. അപ്പോൾ നമുക്കിനി അയോധ്യ വിടാം. ഇത് അയോധ്യയെക്കുറിച്ച് പറഞ്ഞു 3000 കോടിയുടെ അടുത്ത് ചെലവഴിച്ചുണ്ടാക്കിയതാണെന്ന്. പക്ഷേ ആസ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇത് വലിയ നേട്ടമാണ്, പ്രോഫിറ്റബിൾ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. കാരണം കഴിഞ്ഞ 2 വർഷം 1992 ബാബറി മസ്ജിദ് പൊളിച്ച അതേ സ്ഥാനത്താണല്ലോ രാമജന്മഭൂമി ജന്മഭൂമി രാം മന്ദിർ ഉണ്ടാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ 2 വർഷം കൊണ്ട്, അതായത് ജനുവരി 22, 2024 ഇതിൻ്റെ ഉദ്ഘാടനം നടത്തിയത്. ഇപ്പോൾ 2 വർഷം കൊണ്ട് 3000 കോടി ഡൊണേഷനായിട്ട് തന്നെ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 കൊല്ലം കൊണ്ട് മുടക്കുമുതൽ തിരിച്ചു പിടിച്ചു. പിന്നെ 320ഓളം കോടി ഇൻകമായിട്ടും കിട്ടിയിട്ടുണ്ട്. മറ്റു തരത്തിലുള്ള ഇൻകങ്ങളാണ് പുറത്തു വരുന്ന കണക്കുകൾ. അപ്പോൾ ഇത് മാസീവായിട്ടുള്ളൊരു ബിസിനസ്സാണ് ശരിക്കും. ദിവസവും 10,000 കണക്കിന് 80,000 മറ്റോ ദിവസവും ഫുട്ഫോൾസ് ആണ് പറയുന്നത്. ഫെസ്റ്റിവൽസ് ഒക്കെ ആകുമ്പോൾ ഗോസ് അപ്പ്. അപ്പോൾ ഭക്തിയായാലും വിഭക്തിയായാലും ജനം ഒഴുകിയെത്തുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു ബെൽറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു തീവ്ര ഹിന്ദു ബെൽറ്റാണ് ഉത്തർപ്രദേശ്, ബീഹാറൊക്കെ.
അപ്പോൾ അവിടെ ഇതിന് നല്ലൊരു മാർക്കറ്റുള്ള ഒരു സംഭവമാണ്. അപ്പം അങ്ങനെ നമ്മൾ രാമക്ഷേത്രം കണ്ടു. ഇനി ഈ വഴിക്കില്ല, ഒരിക്കൽ കണ്ടാൽ മതിയെല്ലാം. പണിതത് ലാർസൻ ആൻഡ് ടൂബ്രോ. അതെ അല്ലേ? അവർ നല്ല പണിക്കാരാണല്ലോ, അപ്പോൾ അവർക്ക് കോൺട്രാക്ട് കിട്ടിയിട്ടുണ്ടോ. നമ്മൾ ടോട്ടോക്കാരനോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഇതുകൊണ്ട് നല്ല ഫായതയുണ്ടോ, ഗുണമുണ്ടോ എന്ന് വെച്ചപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഉപകാരമാണ്, ഭയങ്കര ടൂറിസ്റ്റാണ്, ഓടി നിൽക്കാൻ നേരില്ല എന്ന് പറഞ്ഞു പുള്ളി. അതാണല്ലോ ഇതിൻ്റെ ഒരു മെയിൻ. 10 ലക്ഷത്തോളം പേർക്ക് ഇതിൻ്റെ നേരിട്ടുള്ള ബെനിഫിഷ്യറീസ്, അവരെൻ്റെ ജോലിയൊക്കെ ലഭിക്കുന്നുണ്ട്. അങ്ങനെ വലിയ വലിയ പ്രോജക്റ്റുകളാണ്. വികസനം എന്ന് പറയുന്നത് ഇങ്ങനെയും ആവാം, ജനങ്ങൾക്ക് സസ്റ്റനൻസ് ഉണ്ടാവുക എന്നുള്ളതാണല്ലോ മെയിൻ കാര്യം. ഇന്ത്യയിൽ ഇതൊരു ബിസിനസ് മോഡലാണ്. അപ്പം നമുക്കിനി ലക്നൗവിലേക്ക് തിരിച്ച് പോവാണ്. നമ്മൾ തിരിച്ചെന്ന് വെച്ചാൽ നമ്മുടെ ഉദ്ദേശം നാളെ ഗ്വാളിയർക്ക് പോലാണ്. അപ്പോൾ എന്തായാലും ലക്നൗ വഴി പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ലക്നൗവിൽ പോയിട്ട് ഇന്ന് രാത്രി തലചായ്ക്കുന്നു, നാളെ ഗ്വാളിയർക്ക് പോകുന്നു. ലക്നൗവിലേക്ക് എത്ര മണിക്കൂർ? 2.5 മണിക്കൂർ. ഒരു 6:30 ആകുമ്പോഴേക്കും അവിടെ എത്തി റെസ്റ്റ് ചെയ്യാം, ഒന്ന് മുങ്ങി കുളിക്കണം. അതെ. ഇത് പൂർവാഞ്ചൽ എക്സ്പ്രസ് വേ. ഇത് എവിടം വരെ ഉണ്ടാവോ? ഇത് ഓക്കെ. എന്തായാലും ഇഷ്ടംപോലെ വഴികളാണ്, അടിപൊളി വഴികളാണ്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. സ്പീഡ് ലിമിറ്റ് ഉണ്ടോ? 110, 120 ഓരോ കിലോമീറ്ററിലും എഴുതിയിട്ടുണ്ട്. അപ്പോൾ 100 മീറ്ററിലും മറ്റേ എക്സ്പ്രസ് വേയിലും ഉണ്ടായിരുന്നു അങ്ങനെ. ഓരോ 100 മീറ്ററിലും ദൂരം ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ശരിക്കും നല്ലതാ അല്ലേ? രാമക്ഷേത്രത്തിൽ ക്യാമറയും സ്മാർട്ട് ഫോണൊന്നും അനുവദിക്കാത്തതിന് ഗൂഗിൾ പറയുന്ന കാരണങ്ങൾ ആൾക്കാരുടെ ഭക്തി നിലനിർത്താനും അതുപോലെ ക്രൗഡ് മാനേജ്മെൻറ്റ്, സെക്യൂരിറ്റി എന്നുള്ള കാര്യങ്ങളാണ്. പക്ഷേ യഥാർത്ഥ കാരണങ്ങൾ അതാവണമെന്നില്ല. സെക്യൂരിറ്റിയൊക്കെ നമുക്ക് ഡിറ്റക്ടേഴ്സ് വെച്ചൊക്കെ കൃത്യമായിട്ട് സ്കാൻ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. ഇതൊരു പക്ഷേ ആ ക്ഷേത്രത്തിൻ്റെ വിഷ്വൽ ഓറ നിലനിർത്താനും പിന്നെ പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ട്രസ്റ്റ് അംഗങ്ങൾ തന്നെ നടത്തുന്ന പല തിരിമറികൾ പുറത്തറിയാതിരിക്കാനൊക്കെയുള്ള മുൻകരുതലാവും. എന്തെങ്കിലുമൊക്കെ ആരുടെയെങ്കിലും ക്യാമറയിൽ പതിഞ്ഞാലോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ NH-27 വഴിയാണ് പോയത്. പക്ഷേ ഇപ്പം ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ 330 എന്ന് പറയുന്ന റായ്ബറേലി അയോധ്യ റോഡ് വഴി വന്ന് പൂർവാഞ്ചൽ എക്സ്പ്രസ് വേയിൽ കയറി. പൂർവാഞ്ചൽ എക്സ്പ്രസ് വേ ഖാസിപ്പൂർ തൊട്ട് ലക്നൗ വരെയുള്ള 340 കിലോമീറ്റർ റോഡാണ്. 6 ലൈൻ ആക്സസ് കൺട്രോൾഡ് ഹൈവേ. അടിപൊളി റോഡാണ്, ഒരു സംശയമില്ല. അപ്പോൾ നമ്മളിന്ന് ലക്നൗ സിറ്റിയിലേക്ക് കയറുന്നില്ല, പകരം ലെഫ്റ്റ് തിരിഞ്ഞ് കാൺപൂർക്ക് പോണ ഹൈവേയുടെ ഭാഗത്തുള്ള ആ വഴിയിലുള്ള റമദയിലാണ് ഇന്ന് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ തിരിച്ചുള്ള യാത്ര നാളെ തുടങ്ങാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്നൊന്ന് റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. റമദ ബൈ വൈദ്യം ലക്നൗവിൽ. ഈ 4-5 സ്റ്റാറുകളിലൊക്കെ ഭയങ്കര ചെക്കിംഗ് ആണല്ലോ. ചെക്ക് ചെയ്തിട്ട് നമ്മുടെ ബോംബൊന്നും അവർ കണ്ടില്ല അല്ലേ? ഭാഗ്യം. എന്തായാലും ലഗേജ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ നേപ്പാളിത്തെ പോലീസുകാരെ പോലെ അവർ കഷ്ടപ്പെടേണ്ടി വന്നേനെ. നല്ല ഗാർഡൻ. റമദ ബൈ വൈദ്യം. ഓരോ ആർക്കിയോളജിക്കൽ സൈറ്റിലേക്ക് കയറുന്ന പോലെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി സെറ്റപ്പാണ്, ശില്പങ്ങളും തോട്ടങ്ങളും ഒക്കെ ആയിട്ട്. ഒരുപാട് ഏക്കർ സ്ഥലമുണ്ട്. ഇങ്ങനെ എക്സ്പ്രസ് വേയുടെ അടുത്ത് ധാരാളം സ്ഥലം ഇങ്ങനെ വെറുതെ എടുക്കുകയാണല്ലോ. കൊള്ളാം, ഇറ്റ്സ് നൈസ്. വലിയ മോശമില്ലാത്തൊരു ഓഫർ കിട്ടിയ കാരണമാണ് നമ്മൾ റമദ എടുത്തത് കേട്ടോ. പക്ഷേ അടിപൊളിയാണ്. അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഭയങ്കര സ്പേഷ്യസ് ആണല്ലോ. സ്പേസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. പക്ഷെ ഇവിടെ കുറച്ചധികം ചടങ്ങുകളുണ്ട്. എന്തായാലും ഇതിപ്പോൾ ഓരോ ആചാരങ്ങളാവുമ്പോൾ അത് മുടക്കാൻ പറ്റില്ലല്ലോ, നടക്കട്ടെ. അങ്ങനെ റൂമിൽ കയറി അധികം വൈകുന്നതിന് മുമ്പ് സ്വിമ്മിംഗ് പൂളിലേക്കുള്ള യാത്രയാണ്. ഹോസ്റ്റലിനും തങ്കും. ഞാനില്ല, ഈ ചുമ വെച്ച് പറ്റില്ല. പക്ഷെ കാര്യം നടന്നില്ല, തിരിച്ചു പോന്നു. പൂളിലേക്ക് പോയ സ്പീഡിൽ തന്നെ തിരിച്ചു വന്നു അല്ലേ? പൂള് നിറയെ ഒരുപാട് ലേഡീസ് കിടന്ന് അർമാദിക്കുന്നുണ്ട്. അതെ, അപ്പം അതുകൊണ്ട് അമ്മച്ചിമാര് കിടന്ന് ആരും മേക്കപ്പ് ഒക്കെ മോത്താവും. ക്രീം ഓഫ് ചിക്കൻ, നോൺ വെജ് ക്രീം.
ഓക്കെ. ഇതിട്ട് കിട്ടണമെന്ന് പറയാൻ പറ്റില്ല. വലിയ പറ്റ നോൺ വെജ് ആക്കാൻ. അപ്പം നമ്മൾ റമദയിൽ താമസിച്ചു. നോക്കിയപ്പോൾ ഇവിടുത്തെ ഫുഡ് ഭയങ്കര കോസ്റ്റ്ലിയാണ്. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിൽക്കണതേ കാശാവും. അതെ അതെ. നമുക്ക് ഇപ്പൊ കുറച്ച് ലാഭിച്ച വേണമെങ്കിൽ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ കഴിക്കാം. അതൊന്നും ഒരു വിഷമം തോന്നില്ല. ഇത് ഇന്നും നാളെയും കുറെ ചിലവൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതെ അതെ. അപ്പൊ നമ്മൾ സൊമാറ്റോ വരുത്തി ഗേറ്റിന്റെ അവിടെ. ഇതിന്റെ അവിടെ അല്ല സൊമാറ്റോ. ഈ ഒന്നാമത് ഇവിടുന്ന് റെസ്റ്റോറന്റുകളൊന്നും ഇല്ല. ഇതൊരു കാട്ടുമുക്കാണ്. കാട്ടുമുക്കല്ല, എക്സ്പ്രസ് വേ. പക്ഷെ സ്ഥലം ഒരു കാട്ടുമുക്കാണ്. കൂടെ എക്സ്പ്രസ് ഒക്കെ പോണത്. അതെ, ലക്നൌന്ന് അങ്ങനെ കാൺപൂർ പോണ വഴിയാണത്. അപ്പൊ ഇവിടെ റെസ്റ്റോറന്റ് ഒന്നുമില്ല. ഇവിടുത്തെ ഏറ്റവും അടുത്തുള്ള റെസ്റ്റോറന്റ് ഇവിടുന്ന് 12 കിലോമീറ്റർ മാറിയിട്ടാണ്. അപ്പൊ നമ്മള് ഡെലിവറി ലൊക്കേഷൻ ഇവിടുന്ന് ഹോട്ടലിൽ നിന്ന് 2 കിലോമീറ്റർ മാറി ഒരു പെട്രോൾ പമ്പിൽ കൊടുത്തു. അപ്പോൾ ഹോട്ടലിൽ നിന്ന് കറക്റ്റ് 10 കിലോമീറ്റർ അവിടെ കറക്റ്റ് ടെറിട്ടറിയിൽ വന്ന് അവിടെ നിർത്തി നമ്മൾ സാധനം കൈമാറി. നിങ്ങൾ എങ്ങനെ പോയി? കാറെടുത്ത് പോയി പെട്രോൾ പമ്പിന്റെ അവിടേക്ക് പോയി ആള് സാധനം കൊണ്ടുവന്നു. അപ്പൊ ആള് തരുന്ന സമയത്ത് ചോദിച്ചു ബഹുത് ദൂരെ. അപ്പൊ എനിക്ക് മനസ്സിലായി ആൾ ഉദ്ദേശിച്ച കാര്യം ഞാൻ ഉദ്ദേശിച്ച കാര്യം തന്നെ എനിക്ക് തോന്നുന്നു. അപ്പൊ ഞാൻ ചിരിച്ചതല്ലാട്ടി. അപ്പൊ ഓക്കെ അങ്ങനെ 4 സ്റ്റാറിലും 5 സ്റ്റാറിലൊക്കെ താമസിച്ചിട്ട് സൊമാറ്റോയില് വരുത്തി കഴിച്ചാൽ കുറച്ചുകൂടി നന്നായിരിക്കും. അതെ. ഇപ്പൊ വണ്ടിയിൽ നിന്ന് വന്നിറങ്ങി. അപ്പൊ അവരുടെ ബാഗും കാര്യങ്ങളൊക്കെ സ്കാനറിൽ കൂടെ കയറ്റി കൊണ്ട് ഒരു തിരക്കായിരുന്നു. അപ്പൊ നമ്മള് കയ്യിൽ പിടിച്ച് സൈഡിൽ കൂടെ കയറി. നമ്മൾ ഭയങ്കര പരിശോധനയാണ് വരുമ്പോൾ. വണ്ടിയുടെ അടിയിൽ തുറന്നു നോക്കലും എല്ലാം തുറന്നു നോക്കലും സ്കാനറും ഒക്കെ ഉണ്ട്. അത് ഇന്നലെ 2 ദിവസം മുമ്പ് അടിസെല്ലാം ഉണ്ടായിരുന്നു. മടിയിൽ കനമുള്ളവനാണ് വഴിയിൽ പേടി. അപ്പോൾ കഴിച്ചോ? തങ്ങോ? നല്ല ടേസ്റ്റ് ഉണ്ട്. സൂപ്പ് ചിക്കൻ 65 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ വന്നപ്പോൾ വേറെ എന്തോ സാധനം. പക്ഷെ ചിക്കൻ തന്നെ ഭയത്തിന് ഡ്രാഗൺ ചിക്കനാണ്. പക്ഷെ നന്നായി. പിന്നെ ബിൻഡി മസാല, റൊട്ടി. ബിൻഡി കുറച്ച് ദിവസമായി കഴിച്ചിട്ട് വെണ്ടയ്ക്ക. അപ്പോൾ നമ്മളങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ചീട്ട് കളിക്കാമെന്ന് വിചാരിച്ചു. തുരുപ്പ് കുറേ നാളായി. കാർഡ്സൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. പക്ഷേ സമയം കിട്ടിയില്ലല്ലോ. അപ്പോൾ ഇന്ന് കുറച്ച് നേരം കളിച്ചിട്ട് നാളെ നമ്മള് ചെക്കൗട്ട് 12 o'clock ചെക്കൗട്ട് ചെയ്തിട്ട് ഇറങ്ങണമല്ലോ ഗ്വാളിയറേക്ക്. 6 hours ഡ്രൈവ് ഉള്ളൂ നാളെ. അപ്പോഴും നമ്മൾ എത്തുമ്പോഴേക്കും അടയ്ക്കും. ഗ്വാളിയർ 5:30 അടയ്ക്കും. അപ്പോൾ നാളെ 12 മണിക്ക് ചെക്കൗട്ട് ചെയ്ത് ഗ്വാളിയർക്ക് പോയി അവിടെ സ്റ്റേ ചെയ്ത് ഏർലി മോർണിംഗ് എന്നിട്ട് ഗ്വാളിയർ കോട്ട കാണണം. 6 മണിക്ക് തുറക്കും. അല്ലെങ്കിൽ നമുക്ക് ഈ ചൂടിൽ നടക്കില്ല. അതെ അതെ അതെ. കാല് പൊള്ളിയിട്ട് ഓടല്ലേ നടക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പ്ലാൻ ചേഞ്ച് വരുത്തി. അപ്പോൾ നമുക്കിന്ന് സമയമുണ്ട്. കുറച്ച് നേരം ഒരു 1 hour കളിക്കാം. ഓക്കെ, അപ്പോൾ നാളെ കാണാം. ഗുഡ് നൈറ്റ് ഫ്രം FTT ഫാമിലി ട്രാവൽ ട്രെയിൻസ്. Good night.